ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ പറയൂ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ അർദ്ധന്റെ മീലിത മിഴികളിലൂറും അശ്വബിന്ദുവിൻ സ്വപ്നബിന്ദു ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായികനേ എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായികനേ ഇന്നലെ വന്ന തപസിനി ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ ഇത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ ഇത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദു ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ അടിപൊളി 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 ബിന്ദു ആ ബിന്ദുവാണ് ഈ ബിന്ദു ഇന്ന് വനിതാ ദിനായിട്ടേ എന്താണ് സ്ത്രീകളോട് പറയാനുള്ളത്? സ്ത്രീകളോട് പറയാനുള്ളത് വനിതാ ദിനം നമ്മൾ വനിതകളാണെന്ന് വെച്ച് നമുക്ക് പിന്നോട്ട് നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഈ ജോലി തന്നെ ഇങ്ങനെ ഒരു ജോലി കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഈ ജോലിയിൽ വന്നപ്പോൾ ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു. അന്ന് മുതലേ ആൾക്കാർ ചോദിക്കുന്നതാണ് ഈ ജോലി എങ്ങനെയുണ്ട്, ഈ ജോലി പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ എന്നും വളരെ സന്തോഷത്തോടെ ഈ ജോലി വളരെ സംതൃപ്തിയോടെ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ പിന്നെ ഈ പ്രൈവറ്റ് ബസ്സുകളിൽ മാത്രം കണ്ട് ശീലമുള്ള ആൾക്കാരാണ് ഞാനൊക്കെ ശരിക്കും ജോലിക്ക് വരുമ്പോൾ. അപ്പോൾ KSRTCയിൽ വന്നപ്പോൾ ആ പ്രൈവറ്റ് ബസ് എന്നുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഡോറ് ഒറ്റയ്ക്ക് തുറക്കണം, കയറണം, പിന്നെ സ്ഥലങ്ങൾ നമ്മൾ വിളിച്ചു പറയൂല. അപ്പോൾ ഈ ചില സാധാരണ വീട്ടമ്മമാരൊക്കെ കയറുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഉദ്ദേശിച്ച സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുമോ പിന്നെ അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ നമ്മൾ ആ ഒരു പോരായ്മ നികത്താൻ നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. ബസ്സിൽ ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വേറെ ജില്ലകളിലാണ് പോസ്റ്റിംഗ് കിട്ടിയെങ്കിലും പെട്ടെന്ന് ആ സ്ഥലങ്ങളൊക്കെ പഠിച്ചെടുത്ത് ആ സ്റ്റോപ്പുകളൊക്കെ പഠിച്ചെടുത്ത് സ്റ്റോപ്പിൻ്റെ മുന്നേ അവർക്ക് കയറി ഉടനെയൊക്കെ ആൾക്കാർക്ക് നമ്മൾ പുതിയ പുതിയ ആൾക്കാർ ചെല്ലുമ്പോൾ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ ആൾക്കാർക്ക് കുറേ പ്രയാസങ്ങളുണ്ട്. പക്ഷെ എന്നാലും അവൾ പെട്ടെന്ന് തന്നെ ഞാൻ കയറിയപ്പോൾ എനിക്ക് ശരിക്കും അങ്ങനെ ഒരു അന്തരീക്ഷം ബസ്സിൽ പ്രൊവൈഡ് ചെയ്യണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നല്ല എന്നെ മാളയിൽ ഞാൻ ജോലിക്ക് കയറിയപ്പോൾ ശരിക്കും അനുഗ്രഹിച്ചൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ ഈ ജോലിക്ക് വളരെ ആപ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്.
പിന്നെ അപ്പൊ ഇന്ന് വനിതാ ദിനമായിട്ട് നമ്മൾ നടത്തിയ ലേഡീസ് ഓൺലി ട്രിപ്പില് മലപ്പുറം ഡിപ്പോയിൽ നിന്ന് വന്ന ബിന്ദു മാഡത്തിനെ കുറിച്ച് നമുക്കൊക്കെ എന്താ പറയാനുള്ളത്? നല്ലൊരു ഗായികയാണെന്ന് മനസ്സിലായി. ഞങ്ങളിപ്പോ ഓടി വന്നേ ഉള്ളൂ. ഇടുക്കിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. താങ്ക് യു. എങ്ങനെയുണ്ട് ബിന്ദു മാഡത്തിനെ കുറിച്ച്? വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കണ്ടക്ടറാണ്. ആ ജോലി 100% കൃത്യതയോടുകൂടി ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ഇങ്ങനെ കണ്ടക്ടർമാർ ഇങ്ങനെ ആണല്ലോ. നമുക്ക് ശരിക്കും ലേഡി കണ്ടക്ടേഴ്സ് കയറി ഒരു ടിക്കറ്റ് എടുത്തങ്ങ് പോകണം. ഇപ്പം അവർ ഒരു ഫുൾ ഡേ നമ്മുടെ കൂടാണ് ചെലവഴിക്കുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെ കാര്യങ്ങളും ഇടപെടുന്നു, എല്ലാത്തിലും. അത് മാത്രമല്ല മനോഹരമായിട്ട് പാട്ടുപാടി യാത്രക്കാരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട്. ഞങ്ങൾക്ക് ഇനിയും ഇങ്ങനെ ബിന്ദുവിന്റെ കൂടെ ഇനിയും പോകാൻ ആഗ്രഹമുണ്ട്. പോകണം, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ട്രിപ്പുകൾ ഉണ്ടാവട്ടെ എന്നും നല്ലൊരു ഭാവി ജീവിതം ബിന്ദുവിനെ അനുഗ്രഹിക്കുന്നു എല്ലാ പ്രാർത്ഥനയോടും കൂടി. ഓക്കെ.